ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴയൊക്കെ, രാവിലെ അതേപോലെ തന്നെ മഴ ഉണ്ട്. പെരുമഴയൊന്നല്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അടുപ്പിന് കത്താനൊരു മടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുപ്പ് കത്തിച്ച് വെക്കാം. ആദ്യം ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാണ് കേട്ടോ. ആദ്യം അരി അടുപ്പത്തിടാന്ന് വിചാരിച്ച്, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ നമ്മളെ മുറ്റത്തൊക്കെ നല്ലോണം പുല്ല് നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ പുല്ലൊക്കെ ചെത്താൻ വേണ്ടിയിട്ട് ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഒരു വരികയാണെന്നുണ്ടെങ്കിൽ ഓർക്കും ചായയും കടിയൊക്കെ വേണം. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടോ. പുട്ടും കടലക്കറിയും. ഞാനും മക്കളും ഒറ്റയ്ക്കാണെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കപ്പോൾ നിൽക്കലില്ല കേട്ടോ. ഭയങ്കര മടിയാണ് ഇപ്പോൾ. മടി പറഞ്ഞാൽ ടൈം അധികം കിട്ടൂല. അപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ ഉഷാറായിട്ട് കത്തി കിട്ടിയിരിക്കണം. അങ്ങനെ മഴ ആയതുകൊണ്ട് കത്താൻ മടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം. ഇത് നമ്മൾ ഹോം ഷോപ്പിലത്തെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ആവശ്യത്തിനുള്ള പുട്ടുപൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർക്കിട്ടാൻ ഇപ്പോഴല്ല, ഇതൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം. അപ്പോൾ ഇതാ പുട്ടുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. എന്നാലുള്ളൂ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ വെക്കുമ്പോൾ അതങ്ങനെ നല്ലോണം കുതിർന്ന് വരുമല്ലോ. എന്നിട്ട് പുട്ട് ചൂടുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാണ്ട് പിന്നെ നമ്മൾ അതിനടുത്ത് പുട്ട് ചുടുമ്പോൾ പുട്ട് നല്ല ഹാർഡായിട്ട് കേൾക്കാറ് കേട്ടോ. ഇനി പുട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നും കഴിക്കാൻ കഴിയൂല ബലം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഞാൻ പുട്ടുപൊടിയൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഞാനൊരു തേങ്ങയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടുക്കും വേണം തേങ്ങ, പിന്നെ കടലക്കറിക്കും വേണം തേങ്ങ. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിന് കേട്ടോ. അപ്പോൾ പുഴ കാണുന്നതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിനി. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞിനി. പുഴയിൽ അലക്കണതൊക്കെ ഇഷ്ടമാണ്. അതേപോലെ കുറേ മുന്നേയൊക്കെ നമ്മളും അതേപോലെ പുഴയിൽ തുണികളൊക്കെ അലക്കിനി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിനി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആദ്യമൊക്കെ ഈ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് ആയിട്ട് നമ്മൾ ഐഫുക്കുട്ടി ഓടി വന്നിനി കേട്ടോ. അപ്പോൾ ഐഫുക്കുട്ടി ഇവിടെ എല്ലാം മദ്രസക്ക് വയ്ക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴോ ഓടിയെത്തും. ഹൈഫുക്കുട്ടിക്കും ചിഞ്ചുമോക്കുമാണ് കേട്ടോ തേങ്ങ വെള്ളം ഇഷ്ടം. മറ്റൊരു രണ്ടാക്കും പിന്നെ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഒരു രണ്ടാളും തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് ആയിട്ട് എവിടെയാണെങ്കിലും ഓടി വരും. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ചിരകി എടുക്കട്ടെ. പിന്നെന്തോ നിങ്ങളോട് പറയണം വിചാരിച്ചിനി കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിനി, നമ്മളെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റൊക്കെ എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിനി കേട്ടോ. എന്താ ഗൾഫിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കമൻസ് കണ്ടിനി ഞാൻ. അപ്പോൾ അത് എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചാൽ ആ സോപ്പിന് 50 രൂപയാണ് ഒരു സോപ്പിന്. അപ്പോൾ അത് ഞാൻ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജും കൂടി വേണ്ടി വരില്ലേ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിക്കാരം. സോപ്പ് മാത്രമല്ല കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിനി. അപ്പം എന്തായാലും ഞാൻ ഹസ്ബൻഡിൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കണ്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ച എൻ്റെ നമ്പർ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പറയാം. അങ്ങനെ തേങ്ങയൊക്കെ ചിരകിയെടുത്തപ്പോൾ തന്നെ നമ്മൾ പുട്ടുപൊടിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടേനും. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തീരെ ചിലവാകാത്ത സാധനമാട്ടോ ഈ ഒരു ഗോതമ്പ് പൊടി. ഇടയ്ക്ക് ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും, എന്നാലും പറഞ്ഞിട്ട് കാര്യമല്ല. അരിപ്പൊടി എളുപ്പം തീരും, ഗോതമ്പ് പൊടി അങ്ങനെ കഴിയില്ല കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാലൊന്നും കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല. നേരെ മറിച്ച് ഓരോ പറ്റിക്കാൻ ഇതേപോലെ പുട്ടുപൊടിൻ്റെ അടിയിലൊക്കെ ഒരു കപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോളും. ഇങ്ങനെ പുട്ടുപൊടിൻ്റെ അടിയിൽ കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് വരില്ല കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം പുട്ടുണ്ടാക്കിയാൽ അതിൻ്റെ ആ ഒരു കളർ കാണുമ്പം തന്നെ എനിക്ക് വേണ്ട കടി പറയും. അതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി ഇഷ്ടംപോലെ ഉണ്ടാവും ചെയ്യും. പിന്നെ ഗോതമ്പ് ഒരു 10 കിലോനോ 5 കിലോനൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് പൊടി ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തല്ലോ, ആ ഒരു രീതിയിൽ തന്നെ പുട്ടുപൊടിൻ്റെ കൂടെ ഈ റാഗിപ്പൊടിയും ചേർത്ത് കണ്ടൊക്കെ പുട്ടൊക്കെ ചൂടുകയാണെങ്കിൽ കുട്ടികളെ വയറ്റിലായിക്കോളും. അപ്പോൾ പുട്ട് ഞാൻ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്ക് ഇന്ന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ സോയാബീനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ സമയമായിക്കണം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ആ ചൂടുവെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ പച്ചവെള്ളം കൊണ്ട് തന്നെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതേപോലെ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയാണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബേഡ് സ്മെല്ലൊക്കെ പോകും കേട്ടോ. ബാഡ് സ്മെല്ല് പറഞ്ഞാൽ അതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ, എനിക്കിഷ്ടമല്ല കേട്ടോ അത്.
അപ്പോൾ ഞാനിതായിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഉപ്പും ഒക്കെ ഇട്ടാണ്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് പിന്നെ കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ തിരുമ്മി വെച്ച് അപ്പോൾ തന്നെ നമ്മളെ പുട്ടിനൊക്കെ ആവി വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതാ ഞാനൊരു വാഴൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് അയക്കാണ് കേട്ടോ പുട്ട് കുത്തിയെടുക്കുന്നത്. അപ്പോൾ ഒരു കുറ്റി പുട്ട് കൂടുതലാണ് കേട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പിന്നെ നമ്മളെ മുറ്റം നന്നാക്കാൻ ആളെ വരും പറഞ്ഞിട്ടില്ലേനോ. അപ്പോൾ ഒരിക്കും ചായ കൊടുക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതേന് കേട്ടോ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു വേവില വിളിച്ച് പറഞ്ഞു. അങ്ങനെ പുട്ട് ചുടൽ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ ചോറും വന്നിട്ടുണ്ടേന്. ചോറ് വന്നതൊക്കെ ഊറ്റി വെച്ച് പിന്നെ ഇതാ ഐഫക്കുട്ടിക്കും മഞ്ജുമോൾക്കും ഒക്കെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കൂട്ടാനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. റിച്ചുമോന് പറ്റൂല. റിച്ചുമോന് പിന്നെ എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ. ഓൻ കൊണ്ടുപോകില്ല കൂട്ടാനൊന്നും. ആൺകുട്ടികളാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ ചോറ് വന്ന അടുപ്പത്ത് ഞാൻ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായപ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആ ഒരു സോയാബീന് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താണ്ട് അടച്ചു വെച്ചിട്ടോ. അപ്പോൾ ഇനി കുറേ എണ്ണയൊന്നും വേണ്ടത് ഇങ്ങനെ ഫ്രൈ ചെയ്ത രൂപത്തിൽ കിട്ടണം കേട്ടോ. അങ്ങനെയാണ് കുട്ടികൾക്ക് ഇഷ്ടത് കഴിക്കാൻ. അപ്പോൾ ഞാനത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുക്കും. പിന്നെ അതാ കടലക്കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കടലക്കറിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഉണ്ടാക്കണതിനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ കുക്കറിലിട്ട് കടല വേവിച്ചെടുത്താണ്ട് പിന്നെ അതിക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഒന്നേറെ എന്തായാലും ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞിനി ഫോണിനാണെങ്കിൽ ഭയങ്കര കംപ്ലൈൻ്റ് ആട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയണില്ല. വീഡിയോ എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ സ്പേസ് ഇല്ലാതെ ആവാണ്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നും ഉണ്ടാവും, ഒരു ഫോട്ടോ കൂടി നിൽക്കൂല കേട്ടോ. പിന്നെ നമ്മളെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലായിട്ട്. അപ്പോൾ ആ ഒരു ഫോൺ കൊടുത്തയക്കണ്ടെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുമില്ല. അങ്ങനെ പോവാട്ടോ നമ്മളെ വണ്ടി. അപ്പോൾ ഞാനിതെന്താ പറയാൻ കാരണം വെച്ചാൽ ഇന്നലെ ഒരു താത്ത വിളിച്ചിനി കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയപ്പോൾ പുതിയ ജോലിയൊക്കെ കിട്ടിയപ്പോൾ യൂട്യൂബ് ഒക്കെ നിർത്തി ഞങ്ങളെയൊക്കെ മറന്നില്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പോൾ ഡെയിലി വീഡിയോ നോക്കി നിൽക്കുന്ന ഒരു താത്തയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായി മനസ്സിക്ക്. അപ്പോൾ നിങ്ങളങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിക്കണോ ഇല്ലേന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാട്ടെ ഞാൻ. ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ അവിടെ ഓണാക്കിയിടും. അപ്പോൾ ഇടയ്ക്ക് ക്യാമറ ഓഫാക്കും ഓണാക്കും അങ്ങനെ ചെയ്യലാട്ടോ. ഇപ്പോൾ പിന്നെ അതിന് പറ്റണില്ല, അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ സ്റ്റോക്ക് റൂമിലേക്ക് സാധനം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ അവിടെ പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടേനി. അവരൊക്കെ പോയിട്ടാട്ടോ ഞാൻ പോയത്. പിന്നെ അതാ ഇപ്പോൾ വൈകുന്നേരമായി. അസ്ർ ബാങ്ക് കൊടുത്തിട്ടാണ് കേട്ടോ കിച്ചണിക്ക് ഇറങ്ങിപ്പോയിരുന്നത്. നമ്മൾ ഐഫക്കുട്ടി സ്കൂളിൽ വന്നും ചെയ്തിട്ടുണ്ട്. ഞാനും 2 മണിക്ക് അയക്കണം കേട്ടോ വന്നപ്പോൾ. പിന്നെ ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കടലക്കറി കടലക്കറിയൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞാനതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ പിന്നെ അങ്ങനെ പുറത്ത് പോകണോണ്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് പോരും. ഇല്ലാത്തൊക്കെ നോക്കിയിട്ട് കുറേശ്ശെ അങ്ങനെ വാങ്ങിച്ച് പോരും. ഇത് പപ്പടമാണ് കേട്ടോ. പപ്പടം എന്തിനാ അത്ര തോനെ വാങ്ങിച്ചിരിക്കണെന്ന് വെച്ചാൽ നാളെ നമ്മളെ ബാവുക്കാക്കുൻ്റെ അടുത്തേക്ക് നമ്മളെ ഒരു കാക്കു പോകുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ബാവുവിന് പപ്പടം വേണമെന്ന് പറഞ്ഞിനി. പിന്നെ അതേപോലെ കുറച്ച് ബീഫും ഉണ്ടാക്കി കൊടുത്തയക്കണം. അതേപോലെ ഉണ്ണിയപ്പം എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഡെയിലി കണ്ടീന് കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇവിടെ ഉണ്ടായിന് അന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഉണ്ണിയപ്പം. ഞാൻ മാവ് ഉണ്ടാക്കി കൊടുത്താൽ മതി, ബാവുവിനെ ചൂട് കേട്ടോ ഉണ്ണിയപ്പൊക്കെ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തയക്കണം. പിന്നെ ചായക്ക് കടിയാൻ ബ്രെഡൊക്കെ വാങ്ങിച്ച് പോന്നു. ഇനി ബ്രെഡ് പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ പുട്ടന്നെ ബാക്കിയുണ്ട്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അത് കൊടുക്കുക കുട്ടികൾക്ക് എന്ന് വിചാരിച്ച്. അതേപോലെ ഒരു ബത്തക്ക കഷ്ണം ഉണ്ടായിനി, അതൊക്കെ കട്ട് ചെയ്ത് ഓരോ മുന്നിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ചോറിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഹോം ഷോപ്പിലത്തെ ചിക്കൻ മസാല വെച്ചിട്ടാട്ടോ ഒന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിനി ഒരു ചിക്കൻ മസാല, പിന്നെ എന്താ പറയുക കോക്കനറ്റൊക്കെ റോസ്റ്റ് ചെയ്ത് വരുന്ന ചിക്കൻ മസാലയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച ചിക്കനൊക്കെ ആ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം അതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഈ ഒരു ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ മസാല വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിതാ 5 ടേബിൾ സ്പൂണ് പിന്നെ ചിക്കൻ മസാല കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ 1 കിലോ തികച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഒരു ചിക്കൻ വാങ്ങിച്ചതേനി, അതിനിപ്പോൾ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ടേനി ഇതിൻ്റെ മുന്നേ. ഇതിപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ എത്ര കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ.
എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്, മസാലയൊക്കെ എല്ലാ ഭാഗത്തുനിന്നും ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു മസാല തേച്ച് ഇതേപോലെ നല്ലോണം തിരുമ്മി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴുള്ളൂ ഇതിലേക്ക് ഈ ഒരു മസാലയൊക്കെ നല്ലോണം പിടിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഉപ്പും മുളകൊക്കെ നല്ലോണം പിടിക്കണമെങ്കിൽ കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഇതാ മസാലയൊക്കെ നല്ലോണം കൈവച്ച് തിരുമ്മി കുഴച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് പിന്നെ ഉപ്പുമുളകൊക്കെ പിടിക്കണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ 2 തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ 2 പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കുഞ്ഞു സ്റ്റീലിൻ്റെ കടായി കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്യാസ് നിറച്ചോന്ന് ചോദിച്ചിനി കേട്ടോ വീഡിയോയിലൊക്കെ. ഗ്യാസ് രാവിലെ ഒന്നും കിട്ടിയിട്ടില്ലേനി കേട്ടോ, ഒന്ന് വൈകുന്നേരമാണ് ഗ്യാസ് കിട്ടിയത്. അപ്പോൾ ആ കഥ പിന്നെ പറയാം അല്ലേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, അതിക്ക് ഒരു 2-3 ഏലക്കായ ഇട്ട് കൊടുത്തു. അതേപോലെ കറാമ്പൂ 2 എണ്ണം, പട്ട ചെറിയ 2 കഷ്ണം ഒക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ ഒരു മൂത്ത് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച സവാളയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കുഞ്ഞു ചട്ടിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. ഇപ്പോൾ അധികം കുക്ക് ചെയ്യാൻ ഈ ഒരു ചട്ടി മാത്രമായിട്ട് എടുക്കൽ. എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ഇതന്നെ എടുക്കൽ. മീൻ പൊരിക്കുകയാണെങ്കിൽ വരെ ഈ ഒരു ചട്ടി കേട്ടോ എടുക്കൽ ഞാൻ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളണ്ടി. നല്ല കടായി കേട്ടോ, ചെറിയ സ്റ്റീലിൻ്റെ പാകത്തെ കടായിയാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. സവാള വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞതും അതേപോലെ പച്ചമുളക് കീറിയതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഉള്ള സംശയമാണ് നമ്മൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ പിന്നെ ഇതേപോലെ സവാളയൊക്കെ വഴറ്റിയെടുക്കണ പോലെയല്ല, ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കടായിലാവുമ്പോൾ വേഗം അടി പിടിക്കുന്നൊക്കെ. അങ്ങനെ അടി പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ തീ നല്ലോണം കൂട്ടി കൊടുക്കാൻ മതി. തീ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഗ്യാസും ലാഭിക്കുക. നല്ലോണം ഈ ഒരു കടായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചൂടാറില്ല കേട്ടോ. എപ്പോഴും ആ ഒരു ചൂടുണ്ടാവും. ചെറിയ തീയിലിട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനം വെന്ത് കിട്ടും. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ മസാലയൊക്കെ തേച്ച് തിരുമ്മി വെച്ച ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ, അങ്ങനെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെക്കുക ചെയ്തത്. അപ്പോൾ കണ്ടോ, തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ വേവാനും ഉണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങനെ വെന്തോട്ടെ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഗ്യാസ് നിറച്ചിട്ടില്ലേ എന്ന് ചോദിച്ച് അങ്ങനെ മെസ്സേജ് കണ്ടിന് കേട്ടോ. ഗ്യാസ് ഞാൻ എന്താ നിറക്കാത്ത വെച്ചാൽ ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് വണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതുവരെ നിറക്കാതെ നിന്നിനത്. പിന്നെ എനിക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കറണ്ട് അടുപ്പുണ്ട്, അതേപോലെ വിറകും ഉണ്ടല്ലോ, ഞാൻ വിറകടുപ്പും കത്തിക്കണമല്ലേ. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഗ്യാസ് ഓഫീസ്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിറച്ചാലും മതി. പിന്നെ ഇന്നലെയാണൊന്ന് ഫ്രീ ആയത്. ഇന്നലെ പിന്നെ ഞായറാഴ്ചയല്ലേ, ഗ്യാസ് ഓഫീസൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ബുക്ക് ചെയ്തു വന്നു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം കേട്ടോ ഗ്യാസ് കിട്ടിയത്. ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് ഒരു കുറ്റിയൊക്കെ തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 കുറ്റി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്ത് തന്നെ ഗ്യാസ് ഓഫീസ് ആയതുകൊണ്ട് അവിടെ പോയിട്ട് നിറച്ച് പോന്നാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഗതികേട് ഉണ്ടാവില്ലേ, ഗ്യാസ് തീർന്നിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ കറണ്ട് അടുപ്പ് യൂസ് ചെയ്യണ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ വിറകടുപ്പ് നമ്മളെപ്പോഴും യൂസ് ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ കറിയൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ ഐഫുക്കുട്ടി ഇവിടെ ചോറുന്നാൻ വന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ മസാല മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ, വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. കാണാൻ വലിയൊരു ലുക്കില്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഒന്നേറെ രാത്രിയിൽ വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല. അപ്പം ഇനി ഒരുപാട് ജോലികളുണ്ട് കേട്ടോ ചെയ്യാൻ. നാളെയാണ് നമ്മളെ HSOമാരെ റിവ്യൂ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരിക്കലുള്ള സാലറിയൊക്കെ കവറിലാക്കണം, സാലറി രജിസ്റ്റർ എഴുതണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.